الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചിന്തകളും പ്രവർത്തനങ്ങളും നോട്ടങ്ങളും ഒക്കെ സദാ അള്ളാഹു വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറ റൂം. ഈ അധ്യായത്തിലൂടെ അള്ളാഹു ചില വചനങ്ങൾ ആരംഭിക്കുന്നത് വമിൻ ആയാത്തിഹി, ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള തെളിവാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു മനുഷ്യന്റെ അത്യത്ഭുതകരമായ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. മനുഷ്യർ ഉപയോഗിക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന, വ്യത്യസ്ത നാടുകളിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ഭാഷകൾ, അതേ പ്രകാരം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിവസിക്കുന്ന മനുഷ്യർക്കുള്ള വ്യത്യസ്ത കളറുകൾ, ഇതൊക്കെ പ്രതിപാദിച്ചിട്ട് അള്ളാഹു പറയുന്നു, ഇതൊക്കെ വമിൻ ആയാത്തിഹി,
ഇതൊക്കെ അള്ളാഹു ഉണ്ട് എന്നതിനുള്ള ദൃഷ്ടാന്തങ്ങളാണ്. ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ആകാശത്ത് നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കോരിച്ചൊരിയുന്ന മഴയെക്കുറിച്ചും അത്തരം സന്ദർഭങ്ങളിൽ നാം കാണുന്ന പ്രകൃതി പ്രതിഭാസങ്ങളായ ഇടിമിന്നലുകളെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അവിടെയൊക്കെ അള്ളാഹു പറയുന്നത് വമിൻ ആയാതിഹി, ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇതിൽ ഉറ്റാലോചിക്കുന്ന, ചിന്തിക്കുന്ന, ഗവേഷണ പഠന മാനസിക അവസ്ഥയോടുകൂടെ ഇത്തരം വിഷയങ്ങളിലേക്ക് തിരിയുന്ന മനുഷ്യർക്ക് വലിയ പാഠങ്ങൾ, വലിയ ദൃഷ്ടാന്തങ്ങൾ ഇവകളിൽ നിന്ന് ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇത്തരം അത്യത്ഭുതകരമായ വിഷയങ്ങളെ പ്രതിപാദിക്കുന്നിടത്ത് സൂറത്തു റൂമിന്റെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആമുഖമായി നിങ്ങളുടെ മുമ്പാകെ ഓതി വെച്ച ആയത്ത്. അവിടെയും അല്ലാഹു തുടങ്ങുന്നത് വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുന്നത്? അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നുള്ളത്, നിങ്ങളെ പരസ്പരം ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് വമിൻ ആയാതിഹി, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. അത് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ അള്ളാഹുവിനുള്ള തെളിവ് ലഭിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത മാതാപിതാക്കളുടെ മക്കളായിക്കൊണ്ട് ജനിച്ച രണ്ടുപേർ, വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ ജീവിച്ചു വളർന്ന വ്യത്യസ്ത സ്വഭാവമുള്ള രണ്ടുപേർ ഒരു നിക്കാഹിന്റെ സദസ്സിൽ ആ കൈകൊടുത്ത് നിക്കാഹിന്റെ വചനങ്ങൾ പറയുന്നതോടുകൂടെ അവരൊന്നായി തീരുകയാണ്. അവർ പരസ്പരം വളരെയധികം കാരുണ്യമുള്ള, പ്രണയമുള്ള, സ്നേഹമുള്ള വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. ഇന്നലെ വരെ അപരിചിതരായി കഴിയുന്നവർ, ഇന്നലെ വരെ ഏതോ മാതാപിതാക്കൾക്ക് പിറന്ന് അറിയാത്തവരായി, തീർത്തും പരിചിതമല്ലാത്ത രൂപത്തിൽ, തീർത്തും മറ്റൊരു കുടുംബത്തിൽ ജീവിച്ചിരുന്നവർ, അവർ ഇന്ന് ഒന്നാണ്. ഒരു മറയും അവർക്കിടയിലില്ല. വല്ലാത്ത ഒരു സ്നേഹം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞത് ലിതസ്കുനു ഇലൈഹ, ആ ഇണകളിലേക്ക് സമാധാനം കണ്ടെത്താൻ. അവർ ഒന്നിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്, അവർക്കിടയിൽ ഒരു സ്നേഹമാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു പ്രയോഗിച്ച പ്രയോഗം അങ്ങനെയാണ്. അവർക്കിടയിൽ വല്ലാത്തൊരു കാരുണ്യമുണ്ട്, ഒരു പ്രണയം, മവദ്ദ, ഒരു പ്രണയമുണ്ട്, ഒരു പ്രേമമുണ്ട് അവർക്കിടയിൽ, ആ ഇണകൾക്കിടയിൽ. ഇത് നിക്ഷേപിച്ചിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. കേവലം ഒരു പ്രണയം മാത്രമല്ല, ഏതെങ്കിലും ഒരു ആണ് പെണ്ണിനെ കാണുമ്പോയോ ഒരു പെണ്ണ് ആണിനെ കാണുമ്പോയോ ഉള്ള ഒരു സ്നേഹമല്ല, മറിച്ച് റഹ്മ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിൽ എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കുന്നു, അവള് കഴിക്കാതെ എനിക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല. അവർക്കൊരു രോഗം ഉണ്ടാകുമ്പോ അതെങ്ങനെ ചികിത്സിച്ച് മാറ്റാമെന്നുള്ള, അതിനേത് ഡോക്ടറെ കാണാം, എവിടെയാണ് ഏറ്റവും വിദഗ്ധമായ ചികിത്സ ലഭിക്കുന്നത്. അവർക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോ എനിക്ക് പ്രയാസം ഉണ്ടാകുന്നു, എനിക്ക് സങ്കടം ഉണ്ടാകുമ്പോ അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ കുടുംബ ബന്ധം, അതല്ലെങ്കിൽ ആ ഒരു ഭാര്യാഭർത്താക്കൾ തമ്മിലുള്ള ബന്ധം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതൊരു കാരുണ്യമാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, കേവലം ഒരു പ്രണയം മാത്രമല്ല, അതൊരു കാരുണ്യത്തിലൂട്ടിയ വല്ലാത്തൊരു പ്രണയത്തിന്റെ അവസ്ഥയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് കുടുംബ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് അല്ലാഹു സൂറത്തുൽ ബഖറയിലെ 187-ാമത്തെ വചനത്തിൽ ഇണകളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ, നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ് എന്നുള്ള രൂപത്തിലാണ്. എന്തിനാണ് വസ്ത്രം? അലങ്കാരത്തിന് നമ്മൾ ധരിക്കും.
അതേ രൂപത്തിൽ തന്നെ നമ്മുടെ നഗ്നതകൾ മറക്കാൻ നാമുമായി ഏറ്റവും ഒട്ടിച്ചേർന്ന് ഇഴുകിച്ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ വസ്ത്രം. ഇതേ രൂപത്തിലാണ് പരസ്പരം ഇഴുകിച്ചേർന്ന് സ്നേഹത്തോടെ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു ജീവിതം കാഴ്ചവെക്കണം എന്നുള്ളതാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ സ്നേഹവും ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ പകർന്നു തരുമാറാവട്ടെ. ഏതൊരു മേഖലകളിലും എന്നുള്ള രൂപത്തിൽ തന്നെ വൈവാഹിക രംഗത്ത് ഏത് രൂപത്തിലുള്ള കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകണം, എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളിടത്ത് നമുക്ക് മാതൃകാ പുരുഷൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. അവിടുത്തെ ജീവിതത്തിൽ തന്റെ പത്നിമാരോടുള്ള ഇടപെടലുകൾ, തന്റെ പത്നിമാരുമായിട്ടുള്ള സല്ലാപങ്ങൾ, സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖദീജ ബീവി മരിക്കുന്നത് വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. പ്രവാചകന്റെ 25 വയസ്സും ഖദീജ ബീവിക്ക് അന്ന് 40 വയസ്സുമാണ്. 40 വയസ്സുള്ള പുരുഷൻ 25 വയസ്സുള്ള സ്ത്രീയല്ല. 25 വയസ്സുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുള്ള ഖദീജ ബീവിയാണ് വിവാഹം ചെയ്യുന്നത്. അവർ തമ്മിലുള്ള ആ സ്നേഹം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു പ്രവാചകനും ഖദീജ ബീവിയും തമ്മിൽ ഉണ്ടായിരുന്നത്. 40 വയസ്സോടടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏകാന്തനായി ഇരിക്കണമെന്ന തോന്നലുകൾ ഉണ്ടാകുകയും അങ്ങ് ഹിറാ ഗുഹയുടെ മലമുകളിലേക്ക് കയറി അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നു. ഇടയ്ക്ക് തിരിച്ചു വരും, ചില ദിവസങ്ങളിൽ വരില്ല. അങ്ങനെ വരാത്ത സന്ദർഭങ്ങളിൽ പ്രവാചകനുള്ള ഭക്ഷണവും കിട്ടി ആ കുന്നുകൾ കയറി ചെല്ലുന്നത് അന്ന് 55 വയസ്സ് പ്രായമുള്ള ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഇന്നും പോയവരുണ്ടാവല്ലോ, അത് കണ്ടവരുണ്ടാവല്ലോ. ഇന്ന് സ്റ്റെപ്പുകൾ പണിത് തന്നിട്ടുണ്ട് നമുക്ക്. എങ്കിലും നമുക്ക് അവിടെ കയറി ചെല്ലാൻ 1.5 മണിക്കൂർ എടുക്കും. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ 55 വയസ്സുകാരിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ടവനെ ഭക്ഷണവുമായി കൊണ്ട് കയറിയത് ഒരു തവണയല്ല, പല തവണകൾ തീർന്നില്ല. ഒരിക്കൽ പോലും ചോദിച്ചില്ല, എന്താ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്, എന്താ നിങ്ങൾക്ക് അങ്ങോട്ട് വന്നൂടെ? ഇത്തരം ഒരു തരത്തിലുള്ള പ്രയാസത്തിന്റെ ചോദ്യങ്ങളുമില്ല. എന്റെ പ്രിയപ്പെട്ടവനെ ഊട്ടുക എന്നുള്ളത് അതെന്റെ കടമയാണ്, കർത്തവ്യമാണ്, അതെന്റെ സ്നേഹമാണ്, അത് ഞാൻ തന്നെ ചെയ്യണമെന്നുള്ള രൂപത്തിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അവിടുത്തെ സ്നേഹിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ വഹയിന്റെ ആരംഭത്തിൽ പേടിച്ചു വിറച്ചുകൊണ്ട് ഖദീജ ബീബിയുടെ സംരക്ഷണത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിയെത്തുന്നത് ലിതസ്കുനു ഇലൈഹ, ഒരു സമാധാനം ഉണ്ടാകും, അവിടെ ചെന്നാൽ ഒരു ആശ്വാസം ഉണ്ടാകും എന്നുള്ള പ്രത്യാശയോടുകൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടിയെത്തുന്നത് നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്കാണ്. ഖദീജ ബീബിയുടെ സമീപത്തേക്ക് വിവരം പറഞ്ഞപ്പോ എന്താ ഖദീജ ബീബിയുടെ മറുപടി? അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ അല്ലാഹു പ്രയാസപ്പെടുത്തുന്നു നിങ്ങൾ ധരിക്കരുത്. ഇന്നക ലതസിലുർ റഹീം വതസ്ദുഖുൽ ഹദീസ് വതഹ്മിലുൽ കല്ല വതഖരിദ് ദൈഫ് വതുഈനു അലാ നബാഇബിൽ ഹഖ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് നിങ്ങൾ, കുടുംബ ബന്ധം പുലർത്തുന്നവരാണ് നിങ്ങൾ, സത്യസന്ധമായി ഇടപെടുന്നവരാണ് നിങ്ങൾ, അതിഥികളെ ആദരിക്കുന്നവരാണ്. ഇത്തരം നല്ല പ്രവർത്തികളൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന, തിന്മകൾ തൊട്ടു തീണ്ടാത്ത അങ്ങയെ ഇല്ല, അല്ലാഹു അപമാനിക്കുകയില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. അങ്ങനെ ഖദീജ ബീവി തന്റെ അമ്മാവന്റെ മകൻ വറഖത്ത് ബിൻ നൗഫലിന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. സ്നേഹമാണ്, ആശ്വാസമാണ് ഖദീജ ബീവിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എനിക്ക് എന്റെ ജീവിതത്തിൽ പ്രവാചക ഭക്തിമാരോട് ഒരാളോടും ഒരു കുശുമ്പ് തോന്നിയിട്ടില്ല. സ്ത്രീ സഹജമായ ഒരു മാനസികാവസ്ഥ അവര് പറയുന്നു. പക്ഷേ ഖദീജയോട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് സമയത്തും പ്രവാചകന് സംസാരിക്കാനുണ്ടാവുക ഖദീജയാണ്. പല്ല് പോയ, തൊലികൾ ചുക്കിച്ചുളിഞ്ഞ, നരബാധിച്ച ആ കിളവിയെ കുറിച്ചല്ലാതെ പ്രവാചകരെ അങ്ങക്ക് മറ്റാരെ കുറിച്ചൊന്നും പറയാനില്ലേ എന്ന് ഞാനിടയ്ക്ക് ചോദിക്കാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. കഅല്ലം യകുൻ ഫി ദുനിയ ഇല്ലാ ഖദീജ, ഈ ദുനിയാവിലെ ഖദീജയല്ലാതെ മറ്റൊരു പെണ്ണില്ലേ പ്രവാചകരെ? ഇന്ന് ഞാൻ ആരാണ്? ഈ ഞാൻ 18 വയസ്സ് പ്രായമുള്ള, അതല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ പ്രായമുള്ള കന്യകയായ ഒരൊറ്റ
ഭാര്യ മാത്രമാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത്. ആ സുന്ദരിയായ യുവതിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, ആ കളവിയെ കുറിച്ചാണോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്? നബി പറഞ്ഞു, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അവൾ എനിക്ക് ഇന്നതെല്ലാമായിരുന്നു, എനിക്ക് ആശ്വാസമായിരുന്നു. എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോ, എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടായപ്പോ, എനിക്ക് സമ്പത്തില്ലാത്തപ്പോ എനിക്ക് സമ്പത്ത് തന്ന് സഹായിച്ച, എന്നെ ആശ്വസിപ്പിച്ച, എനിക്കൊരുപാട് മക്കളെ തന്ന, അങ്ങനെ എന്റെ ജീവിതത്തിലെല്ലാമായിരുന്നു ആയിഷ, എന്റെ ഖദീജ എന്ന് പറയുന്ന പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, കുടുംബജീവിതം എന്നാൽ അങ്ങനെയാണ്. ആയിഷ ബീവിയും പരസ്പരം ഈ രൂപത്തിലുള്ള ജീവിതമൊക്കെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ മറ്റു ഭക്തിമാരുമായിട്ടുള്ള ആ ചരിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ വല്ലാത്തൊരു സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ അവസ്ഥകൾ അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും ആർത്തവകാരിയാകുമ്പോ ഞാൻ കുടിച്ചു വെച്ച പാത്രം, വെള്ളം ആ ഗ്ലാസിൽ അതേ ഭാഗത്ത് ചുണ്ടടുപ്പിച്ചു വെച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ എന്റെ ചുണ്ട് തട്ടിയ ഭാഗത്ത് തന്നെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. നോക്കൂ, അതൊക്കെ അതിനൊന്നും ഈ സമയം നമ്മൾ പലരും ആലോചിക്കേണ്ടതുണ്ട്. ഒരു പ്രായം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അത്തരത്തിലുള്ള ഒരു പ്രണയവും ഒരു സ്നേഹവും ഇല്ലാതെ രണ്ടാളും രണ്ടു വഴിക്ക് പോകുന്ന ഏതാണ് ഈ പ്രായം? ഏതാണ് ഈ പ്രായം? അള്ളാഹുവിന്റെ പ്രവാചകൻ വയോധികനാണ്, പ്രായം എത്രയോ അങ്ങ് ചെന്നിട്ടുണ്ട്. ആ സമയത്തെ കഥയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഇതിനൊന്നും പ്രായമില്ല, പ്രണയത്തിന് പ്രായമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. പക്ഷെ ആ പ്രണയം അത് വിവാഹപൂർവ്വ പ്രണയമോ അതല്ലെങ്കിൽ വിവാഹേതര പ്രണയമോ ആണ്. ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന പ്രണയം ഇതാണ്. ഇത് പ്രകടിപ്പിക്കണം, ഇത് പറയണം, ഇത് പരസ്പരം ഉണ്ടാവണം, ഇത് മരിക്കുന്നതുവരെ ഉണ്ടാവണം. അല്ല ആ രൂപത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, റബ്ബന, അല്ലാഹുവേ, ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പരലോകത്ത് ഞങ്ങളെ ഒന്നിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥന വരെ ഉണ്ടാകണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതാണ് ഇസ്ലാമിലെ പ്രണയം, ഇതാണ് ഇസ്ലാമിലെ പ്രണയം. ഇസ്ലാമിൽ പ്രണയമില്ല എന്നോ, ഇസ്ലാം പ്രണയത്തെ നിഷേധിക്കുന്ന മതമാണെന്നോ, അല്ലെങ്കിൽ ഇസ്ലാമിൽ പ്രണയം പാടില്ല എന്നൊന്നും നമ്മളാരും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഇന്ന് ലോകത്ത് വിഗ്രഹവൽക്കരിക്കുന്ന, മഹത്വവൽക്കരിക്കുന്ന മറ്റൊരു പ്രണയമുണ്ട്. അതേതാണ്? ഇന്ന് ഫെബ്രുവരി മാസം 14-ാം തീയതി, ഇന്ന് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് പരസ്പരം പ്രണയിക്കാനും തന്റെ പ്രണയം അവളോട് അതല്ലെങ്കിൽ അവനോട് പറയുവാനും പരസ്പരം ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ കൈമാറുവാനും ഒക്കെയുള്ള ഒരു ദിവസമായി കൊണ്ട് പലരും ഗണിക്കുന്നു. അതിന് സിനിമകളും അതുപോലെയുള്ള കലാരൂപങ്ങളും ഒക്കെ പ്രോത്സാഹനം കൊടുക്കുന്നു. അത്തരം പ്രണയങ്ങളെ, അത്തരം മുഹൂർത്തങ്ങളെ മഹത്വവൽക്കരിച്ച്, വിഗ്രഹവൽക്കരിച്ച് ഇതൊക്കെയാണ് ജീവിതം എന്നുള്ള രൂപത്തിൽ സർവ്വ തോന്നിവാസങ്ങളിലേക്കും കാലെടുത്തു വെക്കുന്ന ഇത്തരം ദിനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെയാണ് വിശ്വാസികൾ ഇതിനെ നോക്കിക്കാണേണ്ടത്. ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ ഇതിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നെ കേൾക്കുന്നത് എന്താ? ഏതെങ്കിലും റെയിൽപാളങ്ങളിൽ, ഏതെങ്കിലും ലോഡ്ജുകളിൽ, ഏതെങ്കിലും ഓവുചാലുകളിൽ നിന്നൊക്കെ അത്തരം ആളുകളുടെ മൃതശരീരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരം, ഈ അടുത്തൊക്കെ പോയ വാരങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രണയവുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തരം പ്രണയക്കുരുക്കുകളിൽ അകപ്പെട്ടു പോയ ആളുകളുടെ ദുരവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം കർശനമായി വിരോധിക്കുന്ന ഒരു മേഖലയാണിത്, വിവാഹപൂർവ്വ പ്രണയം. നിങ്ങൾക്കൊരാളെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് അതിനർത്ഥമില്ല. ഒരു പെണ്ണിന് ഒരു പുരുഷനെ ഇഷ്ടപ്പെടാം, ഒരു പുരുഷന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാം. അങ്ങനെ ഇഷ്ടം തോന്നിയാൽ അത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ഇഷ്ടം തോന്നിയാൽ അവരുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് അത് വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. അതാണ് കരണീയമായിട്ടുള്ളത്. അവിടെയാണ് നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങൾക്ക് റഹ്മത്തുള്ളത്, അവിടെയാണ് നിങ്ങൾക്ക് മബദ്ദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചു തന്നിട്ടുള്ളത്.
മറ്റ് ഇത്തരത്തിലുള്ള സർവ്വ മേഖലകളെയും ഇസ്ലാം ഹറാമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ മഅഹാ ദൂ മഹറം. ഒരു പെണ്ണിനോട് ഒത്തിട്ട് ഒരു പുരുഷൻ ഒരിക്കലും ഒറ്റക്കാവാൻ പാടില്ല. അവിടെ മഹറമായ ഒരാൾ ഉണ്ടാവണം. വിവാഹബന്ധം ഹറാമായ ഒരാൾ ഉണ്ടാവണം. ഉപ്പയോ ആംഗ്ലയെ പോലുള്ള ഒരാൾ ഉണ്ടാവണം. അത് ഹറാമാണ്. ആ രൂപത്തിൽ ഇന്ന് നമ്മുടെ ചാറ്റിങ്ങുകളും കോളുകളും ഒക്കെ ഈ ഒരു ഒറ്റക്കിരിക്കലുകളാണ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലേ? നമ്മൾ ഒറ്റക്കിരുന്നിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഫോണിൽ നമ്മൾ ഒറ്റക്കാണ്, അവിടെയും ഒറ്റക്കാണ്. അതും ഈ ഗണത്തിലേക്ക് തന്നെ പെടുമെന്ന് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. ഇതേ രൂപത്തിൽ തന്നെ പരസ്പരം കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. സൂറത്തുൽ അഹ്സാബ് 33-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വചനത്തിൽ, യാ നിസാ അൻ-നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുൻ വലാ തഖ്ദഅന ബിൽ ഖൗലി ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ. നിങ്ങൾ അത്തരത്തിലുള്ള ആളുകൾ മഹ്റമില്ലാത്ത സന്ദർഭത്തിൽ, അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നാൽ നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടുള്ള സംസാരം ഉണ്ടല്ലോ, അത് പാടില്ല. ആവശ്യങ്ങൾ സംസാരിക്കാം, അത് മാന്യമായി സംസാരിക്കാം. മറ്റുള്ള രൂപത്തിലുള്ള സംസാരങ്ങൾ അള്ളാഹു പറഞ്ഞു, ഹൃദയത്തില് രോഗമുള്ള ആളുകൾ ഉണ്ടാകും, അവർക്ക് അവരുടെ രോഗം വർദ്ധിക്കാൻ ഇത് കാരണമാകും. സംസാരത്തിൽ ശ്രദ്ധിക്കണം, ഇടപെടലുകളിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള വാലന്റൈൻസ് ഡേ അതിന്റെ ഐതിഹ്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊക്കെ വളരെ മോശമായ രൂപത്തിലുള്ള ഐതിഹ്യങ്ങളൊക്കെ അതിന്റെ പിറകിലുണ്ട്. പോട്ടെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ദിനാചരണമോ അത്തരത്തിൽ ഒരു ഏതെങ്കിലും ഒരു പെണ്ണിനെയോ ഏതെങ്കിലും ഒരു ആണിനെയോ പ്രണയിക്കുവാനോ പ്രണയം അറിയിക്കുവാനോ അവർക്ക് പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനോ ഉള്ള ഒരു ദിവസമല്ല. അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്, അത് അപകടകരമാണ്. അത് പാരത്രിക ലോകത്ത് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. നമുക്ക് പ്രണയിക്കാം, നമുക്ക് സ്നേഹിക്കാം, അത് നമ്മുടെ ജീവിത പങ്കാളിയെയാണ്, നമ്മുടെ ഇണയെയാണ്. അവരെ പരമാവധി പ്രണയിക്കാനും സ്നേഹിക്കാനുമാണ് അള്ളാഹുവിന്റെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കുടുംബ ജീവിതത്തിലൂടെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് എന്നും ആ മാതൃക പിൻപറ്റി സന്തോഷത്തോടെ സമാധാനത്തോടുകൂടെ വൈവാഹിക ജീവിതം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ശഅബാൻ മാസം പാതിയോട് അടുത്തിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ ശഅബാൻ 15-ന് ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞ് ഒരു നോമ്പും അതോടനുബന്ധിച്ച് 3 യാസീനോദലും അങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ മാസം ആരംഭത്തിൽ തന്നെ നടത്തിയ ഖുതുബയിലൂടെ ശഅബാൻ മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിനെ പരിഗണിച്ചതിനെ കുറിച്ചിട്ടുമൊക്കെ പ്രമാണബദ്ധമായി തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതാണ്. ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊരു നോമ്പ് ശഅബാൻ 15-നൊരു നോമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും നോമ്പല്ലേ, നല്ലതല്ലേ എന്നുള്ള രൂപത്തിലൊക്കെയാണ് പലരും അത് എടുക്കുന്നത്. അവർക്കും അറിയാം അതിന് അനുയോജ്യമായ തെളിവുകളൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ 13, 14, 15 ദിവസങ്ങളിൽ എല്ലാ മാസത്തിലും ഉള്ളതുപോലെയുള്ള ഒരു നോമ്പ് 14-നുണ്ട്, 13-നുണ്ട്, 15-നുണ്ട് എന്നതിലപ്പുറത്ത് ബറാഅത്ത് നോമ്പ് എന്നുള്ള രൂപത്തിൽ ഒരു നോമ്പില്ല എന്ന് വളരെ കൃത്യമായി കൊണ്ട് മഹാന്മാരായ മുഹദ്ദിസുകൾ, മഹാന്മാരായ ഉലമാക്കളൊക്കെ തന്നെ അത്തരം ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇബ്നു മാജയിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിലെ 15-ാം തീയതിയായാൽ ഫഖൂമു ലൈലഹ, അതിന്റെ രാവ് നിങ്ങൾ നിന്ന് നിസ്കരിക്കണം. വസൂമു യൗമഹ, അതിന്റെ പകല് നിങ്ങൾ നോമ്പെടുക്കുകയും വേണം എന്നൊരു ഹദീസുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ശാഫിഈ മദ്ഹബിലെ തന്നെ
മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് കാണാം. വഅമ്മ സൗമു യൗമിഹ, അന്നത്തെ നോമ്പ് ഫഹുവ സുന്നത്തുൻ, അത് സുന്നത്താണ്. ശഅബാൻ 15ന്റെ നോമ്പ് വഹുവ സുന്നത്തുൻ, അത് സുന്നത്താണ്. മിൻ ഹൈതു കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമിൽ ബിയദ്, എങ്ങനെ അയ്യാമിൽ ബിയദ് പെട്ട 13, 14, 15 ഈ ദിവസത്തിൽപ്പെട്ട ഒരു ദിവസമാണ് 15 എന്ന രൂപത്തിൽ അന്ന് നോമ്പ് സുന്നത്താണ്. ലാ മിൻ ഹൈതു ഖുസൂസുഹു, വേറൊരു പ്രത്യേകത അതിനില്ല. ഇന്ന് പറയുന്നത് പോലെ ബറാഅത്ത് രാവ് എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ബറാഅത്തിന്റെ നോമ്പ് എന്നൊരു പ്രത്യേകത അതിനില്ല. വൽ ഹദീസുൽ മദ്കൂർ അൻ ഇബ്നു മാജ, നേരത്തെ പറഞ്ഞ ഈ ഇബ്നു മാജയിലുള്ള ഈ ഹദീസിന്റെ അവസ്ഥ ദഈഫ്, അത് ദുർബലമാണ്. ഇങ്ങനെ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത മുഴുവൻ പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിലുള്ള ബിദ്അത്താണെന്ന് മനസ്സിലായതിനു ശേഷവും അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത്, അത് കൊണ്ടു നടക്കുക, അത് ആഘോഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്നതിന്, അനുസരണക്കേട് കാണിക്കുന്നതിന് തുല്യമാണെന്നും അത്തരത്തിലുള്ള ഇബാദത്തുകൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിശ്വാസികൾ മാറി നിൽക്കണമെന്ന ഗൗരവമേറിയ പ്രവാചകന്റെ താക്കീതുകൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.